വെൽക്കം ആൾ ടു സ്വാമി സൂര്യ ചാനൽ. എല്ലാവർക്കും സ്വാമി സൂര്യ ചാനലിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ വിൽ ബി ബൈലിംഗ്വൽ, ദറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഈ വീഡിയോ രണ്ട് ഭാഷയിൽ പറയും, ഇംഗ്ലീഷിലും മലയാളത്തിലും. ദിസ് വീഡിയോ ഈസ് about an unique mantra in Lalita Sahasranama, 704th or 5th mantra. The mantra is Sadashiva Padivrata. The meaning is wife of Lord Parameshwara, Sadashiva. This is the meaning, Sadashiva Padivrata. If one chant this mantra daily for a number of times with full concentration and bhakti, the advantage available is the unmarried boys and girls will get married soon, that to a suitable bride or bridegroom, equal status or even in more higher status. They will get married. Their family life will be very happy. So unmarried boys and girls who are not getting right partners, they may be searching for even 3 years, 4 years, but the marriage is not getting materialized. So such persons will definitely get married. This is the advantage. The first primary advantage is this. The secondary advantage, the husband and wife relationship will be super fine. They will love each other. They will have confidence in each other. Hence, the family life will become very cordial, meaningful, and purposeful. This is the advantage of chanting this mantra. So tomorrow is Paurnami day. Tomorrow evening from 7 to 7:24 p.m., 24 minutes, that means 1 Nariga, we are going to hold a meditation chanting only this Sadashiva Padivrata mantra. Everyone, please participate in this unique meditation program and get maximum benefit. ഇതിൽ 704 മറ്റ് മന്ത്രമാണ് സദാശിവ പതിവ്രത. സദാശിവ പതിവ്രത എന്നുള്ളതിൻ്റെ അർത്ഥം സദാശിവമൂർത്തിയുടെ പരമേശ്വരൻ്റെ സഹധർമ്മിണി എന്നാണ്. ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന നേട്ടമെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിയാത്ത, വിവാഹത്തിന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന 2-3 വർഷമായിട്ട് അന്വേഷിക്കുന്നു, വിവാഹം കഴിയുന്നില്ല, അങ്ങനെയുള്ളവർ ഈ മന്ത്രം നിത്യം ജപിച്ചാൽ ഭക്തിയോടെ ശ്രദ്ധയോടെ അവർക്ക് പെട്ടെന്ന് വിവാഹം നിശ്ചയിക്കപ്പെടും. അതും നമ്മളെക്കാൾ നമ്മളുടെ ഈക്വലായിട്ടുള്ള പഠിപ്പും വിദ്യാഭ്യാസവും കുടുംബ മഹിമയുമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയെ ലഭിക്കും, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയെ ലഭിക്കും. വേറൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ഭാര്യാഭർത്തൃബന്ധം സ്നേഹമുള്ളതായി തീരും. നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അന്യോന്യം സ്നേഹം, സഹകരണം, സഹിഷ്ണുത, അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കൽ, ഇതേമാതിരിയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കും. അതുകൊണ്ട് കുടുംബജീവിതം കൂടുതൽ പർപ്പസ്ഫുള്ളായി മാറും, കൂടുതൽ അട്രാക്റ്റീവായി മാറുന്നത്. നാളെ പൗർണമി ദിവസം 1 നാഴിക നേരം, അതായത് ഈവനിങ് 7 മണി മുതൽ 7:24 വരെ ഈ സദാശിവ പതിവ്രത എന്നുള്ള നാമം മാത്രം പറഞ്ഞുകൊണ്ടിട്ടുള്ള ധ്യാനമായിരിക്കും ഉണ്ടാവുക. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അവരവരുടെ കുടുംബജീവിതം സ്നേഹവും സൗഹാർദ്ദവുമുള്ളതായി മാറട്ടെ. പരസ്പരം ഭാര്യാഭർത്തൃ ബന്ധം കൂടുതൽ അതിന് ഉറപ്പ് ലഭിക്കട്ടെ. വിവാഹം ആകാത്ത
ബാച്ചിലേഴ്സിനും പെൺകുട്ടികൾക്കും പെട്ടെന്ന് വിവാഹം നിശ്ചയിക്കപ്പെടട്ടെ. ശ്രീ ലളിതാ ത്രിപുരസുന്ദരി മാത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഇതിനെ ഷെയർ ചെയ്യുക. അതായത് അവർക്കിത് അയച്ചു കൊടുക്കുക. അവരും ഇത് കാണട്ടെ. അവരുടെ കുടുംബങ്ങളിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർന്നു പോകും. അപ്പോൾ ഇതിനെ നിങ്ങൾ മാത്രം കണ്ട് വെറുതെ ഇരിക്കരുത്. വേറെ നിങ്ങൾ അറിയുന്നവർക്കെല്ലാം ഇതിനെ ഷെയർ ചെയ്യണം. അവരെയും നാളത്തെ മെഡിറ്റേഷനിൽ പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുക. ജയ് ഹിന്ദ്. താങ്ക് യു ആൾ.